Okay, welcome back. Numerical skills nagathe next chapter set theory. നമ്മൾ ഓൾറെഡി ന്യൂമറിക്കൽ സ്കിൽസിനകത്ത് കവർ ചെയ്ത ചാപ്റ്റർ 1 is മെട്രിക്സ്. മെട്രിക്സ് ആണ് ഞാൻ ആദ്യം എടുത്തത്. മെട്രിക്സ് ഇത്തിരി വലിയ ചാപ്റ്ററാണ്, സോ അത് നമ്മൾ കവർ ചെയ്തു. ഈ മെട്രിക്സിനകത്ത് ക്രാമേഴ്സ് റൂൾ ഉണ്ട്. ക്രാമേഴ്സ് റൂൾ, ഓക്കെ. ഈ ക്രാമേഴ്സ് റൂൾ ഞാൻ എടുത്തിട്ടില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടൈമിൽ ചെയ്തു തരാം, ഓക്കെ. എനിവേ, ആൻഡ് സെക്കൻഡ് വി കവേർഡ് റേഷ്യോസ്, പിന്നെ നമ്മൾ പ്രപ്പോർഷൻസ് എടുത്തു, പിന്നെ നമ്മൾ വാരിയേഷൻസ് എടുത്തു. ആൻഡ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സെറ്റ് തിയറി. ഞാൻ അതിൻ്റെ തിയറി പാർട്സിലോട്ടൊന്നും പോകുന്നില്ല. ഐ എം സ്ട്രെയിറ്റ് ടു ദ പ്രോബ്ലം പാർട്ട്, ഓക്കെ. തിയറി നിങ്ങൾ പഠിക്കുക, ഒരുപാട് തിയറി ഉണ്ട്. വാട്ട് ഈസ് എ സെറ്റ് ഉണ്ട്, ദെൻ കുറേ ടൈപ്പ് സെറ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, സബ്സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, ഓക്കെ. ഞാൻ സ്വതവേ പിന്നെ തിയറി പാർട്ട് ലൈവായിട്ടാണ് എടുക്കൽ, ബട്ട് നിങ്ങളാരും എനിക്ക് വലിയ പരിചയമില്ല. സ്വതവേ ഞാൻ എൻ്റെ കോളേജിലെ കുട്ടികൾക്ക് മാത്രമേ ക്ലാസ് എടുത്തിട്ടുള്ളത്. സോ എനിവേ, തിയറി വേണമെങ്കിൽ നമുക്ക് നോക്കാം, ഓക്കെ. ഞാനിവിടെ 2 സെറ്റ് എഴുതാൻ പോവാണ്, ഓക്കെ. ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. എ ഇസ് ഈക്വൽ ടു, ഓക്കെ. ഞാൻ എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എഴുതുവാണ് 1 2 3. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് 1ഉം 2ഉം 3ഉം ആണ്, ഓക്കെ. ഇനി ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. സെറ്റിൻ്റെ പേര് ബി. അതിനകത്ത് 1 2 3 4 5 എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 7, ഓക്കെ. അപ്പം സെറ്റിൻ്റെ പേര് എ. ഇതിനകത്തുള്ള ഈ നമ്പേഴ്സിനെ നമ്മൾ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 2 3, സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ബി ഓൾസോ. ബി എന്ന് പറയുന്നത് സെറ്റിൻ്റെ പേര്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 എലമെൻറ്റ്സ് ഉണ്ട് ബിയിൽ. ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? 1 2 3 5 7, ഓക്കെ ആണല്ലോ മക്കളെ. ഇനി ഇത് നോക്കിയേ നിങ്ങൾ. ഈ എക്കകത്തുള്ള 1 2 3 ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുമെന്നറിയോ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ബിക്കോസ് എയിലുള്ള എലമെൻറ്റ്സ് എവിടെ നിന്ന് എടുത്തതാണ്? ബിന്ന് എടുത്തതാണ്. സോ നമുക്ക് പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ബട്ട് നമ്മൾ സെറ്റിൽ ഇതിന് നമ്മൾ ഇങ്ങനെയല്ല എഴുതുന്നത്. നമ്മൾ എഴുതുക ഇങ്ങനെയാണ്. എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ വേറൊരു സെറ്റ് ഇവിടെ എഴുതാൻ പോവാണ്. സോ അതിൽ ഉള്ള എലമെൻറ്റ്സ് 3 5 7 ആണ്. സോ ഇവിടെയും എനിക്ക് പറയാം, ബിക്കോസ് 3 5 7 ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെയും എനിക്ക് എന്ത് പറയാം? സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എഴുതുന്നത് സി ഇങ്ങനെ കുറച്ച് വെലിങ്ങനെ വരെയാണ് കേട്ടോ. ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാം, ഓക്കെ. അപ്പം ഇതൊക്കെ ഈ 2 എണ്ണവും എടുത്തിരിക്കുന്നത് ഈ സെറ്റിനകത്ത് നിന്നല്ലേ. സോ ഈ സെറ്റിൻ്റെ പേരാണ് സൂപ്പർ സെറ്റ്. അപ്പോൾ ഞാൻ പറയുന്നു ബി ഈസ് സൂപ്പർ സെറ്റ് ഓഫ് എ, ഓക്കെ. അത് ഞാൻ എങ്ങനെ എഴുതാമെന്നറിയോ? ബി ഈസ് ഇങ്ങോട്ടേക്ക്, ഓക്കെ. സൂപ്പർ സെറ്റ് ഓഫ് എ. ഇതിൽ തന്നെ പ്രോപ്പറൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ അതിൽ പഠിക്കുക, ഓക്കെ. ഞാൻ ജസ്റ്റ് ആ ഒരു ചാപ്റ്റർ വൈസിൽ എല്ലാ പ്രോബ്ലവും കവർ ചെയ്ത് തരും, ഓക്കെ. സോ ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ, ഓക്കെ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർക്കുവാണേ. സോ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. സംശയമില്ലല്ലോ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇതിൻ്റെ ഒരു സബ്സെറ്റ്, ഇതിൽ നിന്ന് ഉണ്ടായ വേറൊരു സെറ്റുകളാണ് എയും സിയും, ഓക്കെ. ബിയിനകത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെടാ. ഇതിൻ്റെ മീനിങ് എന്താ? എ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ബി. എ ഏതിനകത്താണ് ഉള്ളത്? ബിക്കകത്ത്. സോ ഇവിടെ എനിക്ക് എന്ത് എഴുതാം? സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ
എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഇനി ഇവിടെയുള്ള കേസ് എന്താ? ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. അപ്പോൾ ബി കണ്ടെയ്ൻസ് എ. ബിക്കകത്താണ് ആരുള്ളത്? എ ഉള്ളത്. സോ ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേക്കുക. ബി കണ്ടെയ്ൻസ് എ. അപ്പം ഈ ഒരു സൈന് നമ്മൾ ഓർമ്മിക്കണം. ഇതിനെ നമ്മൾ സബ്സെറ്റ് എന്ന് വിളിക്കും, സൂപ്പർ സെറ്റ്. വാട്ട് ഇസ് സബ്സെറ്റ്? ഒരു മെയിൻ സെറ്റിനകത്ത് നിന്നുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സെറ്റ്സിനെ നമ്മൾ സബ്സെറ്റ് എന്ന് വിളിക്കും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഓക്കെ. ആൻഡ് സൂപ്പർ സെറ്റ് മീൻസ് എവിടെ നിന്നാണോ ഇതൊക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ സൂപ്പർ സെറ്റ് എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പം സെറ്റിൽ സബ്സെറ്റ് പഠിച്ചു, സൂപ്പർ സെറ്റ് പഠിച്ചു. ഇനി ഞാൻ വേറൊരു സെറ്റ് ഇവിടെ എഴുതുവാണേ. സെറ്റ് ഡി. ഞാൻ അതിലെ മെമ്പേഴ്സിൻ്റെ പേര് എഴുതുവാണ്. എ ബി സി ഡി. അപ്പം ഡി എന്ന് പറയുന്ന എക്സ് ഈ സെറ്റിൻ്റെ പേര് എക്സ്. എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് എ ബി സി ഡി ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പം എനിക്ക് പറയണം ബി എക്സിലെ ഒരു എലമെൻ്റ് ആണ്. എനിക്ക് എന്താ പറയേണ്ടത്? ബി എക്സിലെ ഒരു എലമെൻ്റ് ആണ്. സോ ഞാൻ എങ്ങനെ എഴുതാമെന്നറിയോ മക്കളെ? ബി ഈസ് എൻ എലമെൻ്റ് ഓഫ് സെറ്റ് എക്സ്. അപ്പോൾ ഇതെന്താ വായിക്കുക? ബി ഈസ് എൻ എലമെൻ്റ് ഓഫ് സെറ്റ് എക്സ്. എങ്ങനെയാണ് അത് എഴുതുന്നത്? ബി ഈസ് എൻ എലമെൻ്റ് ഓഫ് സെറ്റ് എക്സ്. ഇനി എനിക്ക് സി എലമെൻ്റ് ആണെന്ന് എഴുതണം. അപ്പോൾ ഞാൻ എന്ത് എഴുതും? സി ഈസ് എൻ എലമെൻ്റ് ഓഫ് സെറ്റ് എക്സ്. ഓക്കെ അല്ലേ? ഓക്കെ. നൗ ഇനി എനിക്ക് പറയണം ഈ എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന ആൽഫബറ്റ് എക്സിലെ മെമ്പർ അല്ല. അപ്പം ഞാൻ എന്തെഴുതും? ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് വരാം. ഇ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് എക്സ്. ഓക്കെ. സോ ഈ ഒരു സിമ്പിളും നമ്മൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഞാൻ നേരെ എന്തിലോട്ട് പോവാന്നറിയോ? സെറ്റ് ഓപ്പറേഷൻസിലോട്ട് പോവാണ്. ഓക്കെ. സെറ്റ് ഓപ്പറേഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിയൻ ഓഫ് സെറ്റ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്, ഒരു ഈ കൂടി പോയിട്ടാ, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്, ദെൻ ഡിഫറൻസ് ഓഫ് സെറ്റ്, ആൻഡ് ഫോർത്ത് വൺ complement of a set. Okay, union of a set, intersection of a set, difference of a set, and complement of a set. So first we will discuss union of a set. Okay അല്ലേ? സോ ഞാൻ again I am repeating നമ്മൾ പറഞ്ഞ ആ ഒരു പോറ്റി സാറിൻ്റെ ടെക്സ്റ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ബി ഇസ് ഈക്വൽ ടു 3 5 7 8. അപ്പോൾ ഞാനിവിടെ എന്ത് ഓപ്പറേഷനാണോ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെ സെറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ്റെ പേരാണ് യൂണിയൻ. സോ യൂണിയൻ എങ്ങനെയാണ് രണ്ട് സെറ്റിൽ ചെയ്യാന്ന് വെച്ചാൽ, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. എ യൂണിയൻ, യു എല്ലയുടെ ലെറ്റർ കുറച്ച് ഇങ്ങനെ വിടർത്തിയിട്ട് എഴുതിയാൽ മതി. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു, ഒന്നുമില്ല, എല്ലാ നമ്പേഴ്സും ഇവിടെ എഴുതി ഇരിക്കണം. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിൽ ഞാൻ 2 എഴുതുന്നു, ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 3. ഇവിടെ ഒരു 3 ഉണ്ട്, പിന്നെ 2 പ്രാവശ്യം നമ്മൾ 3 എഴുതേണ്ട ആവശ്യം ഇല്ല. പിന്നെയോ 4, അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ 5 ആണ്. ഹിയർ ഓൾസോ 5, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ എലമെൻറ്റ്സ് തീർന്നു. ഇനി ഏത്? 3 ഓൾറെഡി എഴുതി, 5 ഓൾറെഡി എഴുതി. നൗ ഇറ്റ് ഇസ് 7 ആൻഡ് 8. ഇതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് വിളിക്കുക. അതായത് രണ്ടിലെയും എലമെൻറ്റ്സിനെ ചേർത്ത് എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി എന്ന് വിളിക്കുക. ബട്ട് എന്ത് വേണ്ട, റിപ്പീറ്റേഷനിൽ വീണ്ടും വീണ്ടും നമ്മൾ സിമിലർ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ വീണ്ടും എഴുതേണ്ട കാര്യം ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? എ യൂണിയൻ ബി, എ യൂണിയൻ ബി. ഓക്കെ. ഇനി നമ്മൾ ഏതാ പഠിക്കുന്നത്? intersection of two sets. Okay,
അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ 2 സെറ്റ് ഞാനിവിടെ എഴുതുകയാണ്. 1 2 3 ആൻഡ് ബി 1 3 5. ഓക്കെ ആണല്ലോ. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എഴുതും എ ഇൻ്റർസെക്ഷൻ, യൂണിയൻ്റെ നേരെ തലതിരിച്ചിട്ടുള്ള സൈൻ. ഓക്കെ, സോ ഇങ്ങനെ വരും. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി. 2 സെറ്റാണ് എയും ബിയും. ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർസെക്ഷൻ ആണ്. സോ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് മാത്രം എടുത്തെഴുതണം. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്, രണ്ടിലും 1 ഉണ്ട്, സോ 1 എഴുതണം. 2 രണ്ടിലും ഇല്ല, അപ്പോൾ 2 എഴുതണ്ട. 3 രണ്ടിലും ഉണ്ട്, സോ 3 എഴുതണം. പിന്നെ ഇതിൽ 5 ഇതിനകത്തില്ല, അപ്പോൾ അത് എഴുതണ്ട. സോ ഇതിനെയാണ് പറയാം എ ഇൻ്റർസെക്ഷൻ ബി. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് മാറ്റി എഴുതിയിട്ടുണ്ടാവുന്ന സെറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കുക. സോ നമ്മൾ എഴുതും എ ഇൻ്റർസെക്ഷൻ ബി. എന്താ ഇത് വായിക്കുന്ന? എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ അല്ലേ? ഇനി ഞാൻ അടുത്ത ഓപ്പറേഷൻ പറയുകയാണ്. ദാറ്റ് ഈസ് ഡിഫറൻസ്. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. അഗെയിൻ ഞാനിവിടെ 2 സെറ്റുകൾ എഴുതാൻ പോവാണ്. 1 2 3 4 5. പിന്നെ ഞാൻ വേറൊരു സെറ്റ് എഴുതുവാണ്. 2 4 5 6 7. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയടാ. സി, ഇവിടെ നോക്കേ, ഇത് എ യൂണിയൻ ബി അല്ലേ ചെയ്തത്? ഓക്കെ, ഇത് നേരെ തിരിച്ച് ബി യൂണിയൻ എ ചെയ്താലും നമുക്ക് ഏത് തന്നെയാണ് ആൻസർ കിട്ടുക? ഇത് തന്നെയല്ലേ. നമ്മൾ എന്താ ചെയ്യുന്ന? യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടിലുള്ളിയും എടുത്തെഴുതുന്ന കോമൺ ആയിട്ടുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. സോ ഇത് ഇസ് ഈക്വൽ ടു ഇതായിരിക്കും. എ യൂണിയൻ ബി എന്ന് എഴുതിയാലും ബി യൂണിയൻ എ എന്ന് എഴുതിയാലും ആൻസർ എന്താവും? സെയിം ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ്റെ കേസും. എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ നമ്മൾക്ക് എന്തും എഴുതാം. ബി ഇൻ്റർസെക്ഷൻ എ ചെയ്താലും നമുക്ക് ഏത് ആൻസർ തന്നെ കിട്ടുക? 1ഉം 3ഉം രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. സോ ഇതിങ്ങനെ തലതിരിച്ചും മറച്ചു വിട്ടാലും ഇതിന് രണ്ടിനും, യൂണിയനും ഇൻ്റർസെക്ഷനും, നമുക്ക് ഒരേ ആൻസർ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ഇവിടെയും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. അപ്പോൾ ഞാൻ ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്. ഡിഫറൻസിൻ്റെ സൈൻ ആദ്യം നമുക്ക് എഴുതാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് ആണ്. അതായത് ഇങ്ങനെ എ മൈനസ് ബി ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിഫറൻസ് മീൻസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന പോലെ അല്ലേ. അപ്പം എ മൈനസ് ബി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, സി 1 ഇതിലുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഞാനത് ഇവിടെ എഴുതും. ഐ വിൽ ടെൽ യു വാട്ട് ഇസ് ഇറ്റ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. 2 രണ്ടിലും ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 - 2 അത് ക്യാൻസലായിപ്പോൾ, അത് ഞാൻ എഴുതൂല. 3 ഇതിലുണ്ട്. ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ ഞാനിവിടെ 3 എഴുതും. ദെൻ 4 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഞാനത് എഴുതൂല. 5 ഉണ്ടോ? ഇവിടെയും ഉണ്ട്. സോ എഴുതില്ല. സോ മൈ ആൻസർ ഇസ് 1 3. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്തത് നോക്കിയാൽ മക്കളെ. 1 ഇവിടെ ഇല്ല, സോ അതെഴുതി. 2 രണ്ടിലും കോമൺ എഴുതിയില്ല. 3 രണ്ടിലും കോമൺ, സോറി ഒന്നിൽ മാത്രമേ ഉള്ളൂ എഴുതി. 4 രണ്ടിലും കോമൺ എഴുതിയില്ല. 5 രണ്ടിലും കോമൺ, അതുകൊണ്ട് എഴുതി ഇല്ല. ബട്ട് അഗെയിൻ ഇവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സൊക്കെ കാണാം. ഇതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ഞാനിവിടെ ചെയ്തത് എ മൈനസ് ബി ആണ്. സോ എൻ്റെ കോൺസെൻട്രേഷൻ എ എന്ന് പറയുന്ന സെറ്റിലായിരിക്കണം. സോ എ ആണ് ഇവിടെ ആദ്യം ഉള്ളത്. സോ ഞാൻ എനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ 1 ആണ് ഇതിലുണ്ടോ നോക്കിയത്. ഇല്ല. സോ ഞാൻ 1 എഴുതി. എയിലെ 2 കമ്പയർ ചെയ്തു. എയിലെ 3 കമ്പയർ ചെയ്ത് ഇവിടെ എഴുതി. 4 കമ്പയർ ചെയ്തു. 5 കമ്പയർ ചെയ്തു. ഞാൻ ഇതുമായിട്ടൊരു ബോധടയല്ല. ഓക്കെ, ഞാൻ ബീനെ എന്താക്കുന്നു അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവും. ഞാൻ ഇതിൽ എന്താ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്? ബി മൈനസ് എ. ബി മൈനസ് എ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എവിടെ വരണം? ഇതിനകത്ത് വരണം. ബി ആണല്ലോ ആദ്യം ഉള്ളത്. ബി ഞാൻ ആദ്യം 2 എടുത്ത് നോക്കി. ഇതിനകത്തുണ്ട്. സോ ഞാൻ എന്ത് എഴുതത്തില്ല? 2 എന്ന് പറയുന്ന നമ്പർ എഴുതില്ല.
നെക്സ്റ്റ് ഇതിലുള്ള എലമെൻറ്റ് ഫസ്റ്റ് ബി ആണ്. സോ ഞാൻ ആദ്യം ഇതിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ 4 ഇതിനകത്തുണ്ട്, ഞാൻ എഴുതില്ല. 5 രണ്ടിലും ഉണ്ട്, എഴുതൂല. 6 ഇതിലുണ്ടോ? ഇല്ല, അപ്പോൾ 6 എഴുതി. 7 ഇതിലുണ്ടോ? ഇല്ല. സോ മൈ ആൻസർ ഇസ് 6, 7. സെറ്റ് 6, 7. ഓക്കെ ആണോ? ഓക്കെ. വൈൽ ഡൂയിങ് എ മൈനസ് ബി കോൺസെൻട്രേറ്റ് ഓൺ എ. എനെ മാത്രം ആലോചിക്കുക. എന്നിട്ട് എയിലുള്ള കോമൺ ആയിട്ടുള്ളതൊക്കെ വെട്ടി ബാക്കി എയിൽ ബാക്കിയുള്ളത് മാത്രം എഴുതണം. ബി മൈനസ് എ ആകുമ്പം യു കോൺസെൻട്രേറ്റ് ഓൺ ബി ആൻഡ് കോമൺ ആയിട്ടുള്ളതൊന്നും എഴുതരുത്. ബാക്കി വരുന്നത് നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ, നൗ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ഓപ്പറേഷൻ, ദാറ്റ് ഇസ് complement of a set. ഈ കോംപ്ലിമെൻ്റ് പറയുന്നതിനേക്കാളും മുന്നേ ഞാനൊരു കാര്യം പറയണമായിരുന്നു. അത് ഞാനിവിടെ പറയുകയാണ്. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ഈ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു വലിയൊരു സെറ്റ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിൻ്റെ ഫുൾ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഇവിടെ നമ്മൾ എഴുതുമായിരിക്കും ചെയ്യുക. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ എഴുതുകയാണ്. ഫുൾ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റുള്ള ഒരു സെറ്റ്. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ബോയ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ബട്ട് ഏതിൽ നിന്നാണ് അത് വന്നത്? ഇതല്ലേ മെയിൻ സെറ്റ്, ഇതിൽ നിന്നല്ലേ അതുണ്ടായത്. ഓക്കെ, ഇനി ഗേൾസിൻ്റെ സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി മാത്സ് എക്സാമിൽ 50% കിട്ടിയ ആൾക്കാരെ സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് എക്സാമിൽ ജയിച്ച ആൾക്കാരെ സെറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? സോ ഫ്രം ദിസ് സെറ്റ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലേ? സോ ഈ മെയിൻ സെറ്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന മെയിൻ സെറ്റ് എവിടെ നിന്നാണോ ഞാൻ ബാക്കിയുള്ള സെറ്റൊക്കെ ഫോം ചെയ്തത്, ആ മെയിൻ സെറ്റിനെ ഞാൻ വിളിക്കും യൂണിവേഴ്സൽ സെറ്റ്. ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ കുറച്ച് കട്ടിയിലുള്ള യു, അല്ലെങ്കിൽ നമ്മൾ ഈ യൂണിയൻ്റെ യു ആയിട്ട് അതെന്താവും? മിസ്മാച്ച് ആവും. ഇവിടെ ഒരു യൂണിയൻ്റെ യു ഇല്ല. സോ യു റൈറ്റ് ഇറ്റ് ആസ് ലിറ്റിൽ ബിറ്റ് ബോൾഡ് ആക്കിയിട്ട് നമ്മൾ ആ യൂനെ അങ്ങോട്ട് എഴുതണം. സോ ദിസ് ഇസ് നോൺ ആസ് യൂണിവേഴ്സൽ സെറ്റ്. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റാണ്. സോ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെയും നമുക്ക് 2 സെറ്റ് ഉണ്ടാവും. ആ 2 സെറ്റിൽ നമുക്ക് തരുന്ന ഒരു സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. സോ യൂണിവേഴ്സൽ സെറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സൽ സെറ്റ് ഇങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 5 ഇതിൻ്റെ മീനിങ് എന്താ? ഈ സെറ്റിൽ നിന്നാണ് ഏതുണ്ടായത്? ഇത് ഉണ്ടായത്. അപ്പം എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റാണ്. എനിവേ ലീവ് ഇറ്റ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കോംപ്ലിമെൻ്റ് ആണ്. സോ കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ് എ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ കോംപ്ലിമെൻ്റ് എന്ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാമെന്നറിയോ? ഇത് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഒന്നിക്കെ നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതണമെങ്കിൽ ഇപ്പോൾ യൂണിയൻ ഇൻ്റർസെക്ഷൻ ഒക്കെ നമ്മൾ ഓരോരോ സിമ്പിൾസ് യൂസ് ചെയ്തില്ല, അതേപോലെ കോംപ്ലിമെൻറ്റിൻ്റെ സിമ്പിളാണ് എ റേസ് ടു കുഞ്ഞ് സി. അല്ലെങ്കിൽ എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഡാഷ് ഇടുമല്ലോ, ഇങ്ങനെ ഒരു സംഭവം. ഓക്കെ, സോ എ ഡാഷ് ഒന്നിക്കെ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി എന്താ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിനകത്തുനിന്ന് യു മൈനസ് എ, യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. അപ്പോൾ ഞാൻ കോൺസെൻട്രേഷൻ എവിടെ ആയിരിക്കണം? യു ആണ് ആദ്യം, മൈനസ് ആണ്. സോ നമ്മളിപ്പോൾ പഠിച്ചു. സോ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യു. 1 ഇതിലുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. 2 ഉണ്ട്, എഴുതണ്ട. 3 ഇല്ല, എഴുതണം. 4 കോമൺ, എഴുതണ്ട. 5 കോമൺ, എഴുതണ്ട. സോ ദിസ് ഇസ് നോൺ ആസ് എ കോംപ്ലിമെൻറ്റ്. മീൻസ് എ എല്ലാ എലമെൻറ്റ് അല്ലാത്ത ഐറ്റംസ്. എന്താ ഇതിൻ്റെ മീനിങ്? 1, 3 എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ എലമെൻ്റ് അല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ സെറ്റിൽ എ അല്ലാത്തത് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. ഹിയർ കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റ് എ. ഓക്കെ അല്ലേ? സോ യുവർ ആൻസർ ഇസ് 1 and 3. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് important laws of set operation. laws. ഓക്കെ,
ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് അറിയുന്നതാണ്, ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ. എ യൂണിയൻ ബി എന്ന് എഴുതിയാലും ഇതേ ആൻസർ തന്നെ കിട്ടുക, ബി യൂണിയൻ എ എന്ന് എഴുതിയാലും അതേ ആൻസറാണ് കിട്ടുക. സോ യുവർ ഫസ്റ്റ് ഓപ്പറേഷൻ്റെ ലോ ഇസ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. സോ ഹിയർ ഇപ്പം ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ രണ്ടിലും ഇൻ്റർസെക്ഷൻ പറഞ്ഞാൽ സെയിം ആയിരിക്കും ആൻസർ നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് സെറ്റ് ഓഫ് ലോ. ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ലോന് നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എന്താ വിളിക്കുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ലോക്കകത്ത് രണ്ടെണ്ണം പഠിക്കണം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്നതാണ് അസോസിയേറ്റീവ് ലോ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എഡീഷൻ്റെ ഒക്കെ ആ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ഇവിടെ നമ്മളത് സെറ്റിൻ്റെ ഓപ്പറേഷനിൽ പഠിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അസോസിയേറ്റീവ് ലോ മെട്രിക്സിനകത്തും ഇതുണ്ട്, ബട്ട് നിങ്ങളുടെ ബുക്കിൽ അങ്ങനെ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാനത്. ഓക്കെ, അസോസിയേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ. ഓക്കെ, ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നോക്കോ, ആദ്യം എഴുതുന്ന പഠിപ്പിക്കാം. ഇതിങ്ങനെ ഈ അസോസിയേറ്റീവ് ലോയിൽ വരുമ്പോൾ 3 സെറ്റ് ഉണ്ടാവും. ഇതുവരെ നമ്മൾ 2 അല്ലേ പഠിച്ചത്, അപ്പോൾ ഇവിടെ 3 ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം യൂണിയൻ പിന്നെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം യൂണിയൻ്റെ കാര്യം മാത്രം നോക്കാം. സോ ഞാനിവിടെ 3 സെറ്റ് എഴുതുവാണേ. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇവിടെ അതേപോലെ തന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യും. ഇവിടെ ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇനി ഞാൻ ബ്രാക്കറ്റ് ഇടുന്ന ശ്രദ്ധിച്ചോ. അസോസിയേറ്റീവ് ലോയിൽ ഫസ്റ്റ് തിങ് ഞാൻ ആദ്യം ബ്രാക്കറ്റ് ഇട്ടത് ഒന്നാമത്തെ ഐറ്റത്തിന് അങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെയോ ഞാൻ ലാസ്റ്റ് ഐറ്റത്തിന് ഒഴിവാക്കിയിട്ട് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടു. ഇത് നേരെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ആയിപ്പോയാലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, ബട്ട് ഫസ്റ്റത്തെ ലീവ് ചെയ്തിട്ട് അടുത്ത 2 ഓക്കെ അല്ലേ? ഓക്കെ, നോക്ക് എന്താ വായിക്കുക? എ യൂണിയൻ ബി യൂണിയൻ സി. ഫസ്റ്റ് നമ്മൾ ബി യൂണിയൻ സി ചെയ്യേണ്ടി വരും. ബ്രാക്കറ്റിനകത്ത് അതല്ലേ, നമുക്കത് കണക്ക് ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പം ഞാൻ അതിനെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ലോസ് മാത്രം ഒന്ന് നോക്കാം. സോ എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഓക്കെ, ജസ്റ്റ് നിങ്ങളത് മാത്രം നോക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിലോട്ടേക്കൊക്കെ പോകാം. ഓക്കെ അല്ലേ? വേണ്ട, നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ചെയ്തിട്ട് ബാക്കി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. അതല്ലേ നല്ലത്? ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ പേജിനകത്ത് നമ്മുടെ അസോസിയേറ്റീവ് ലോയിൽ ഫസ്റ്റ് തിങ് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദിസ് ഇസ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഓൺലി. സോ എ ഈസ് ഈക്വൽ ടു 1, 2 and 3 and B is equal to 2, 4 and 6 and C is equal to 3, 4 and 5. സോ 3 സെറ്റ് ഉണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ വെരിഫൈ അങ്ങനെ എന്തു ചോദിക്കാം. പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ദിസ് ഇസ് യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വെരി സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇതൊന്നും കാണുന്നില്ല. എൻ്റെ കയ്യിൽ ഏത് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ ഈ ബ്രാക്കറ്റിനകത്ത് ബി യൂണിയൻ സി. ഞാൻ എന്ത് എഴുതാൻ പോകാമെന്നറിയോ? അതിന് ഞാൻ എടുത്ത് ഇവിടെ എഴുതുവാണ് ബി യൂണിയൻ സി. ബി യൂണിയൻ സി ഇതാണ് സംഭവം. ബിയും സിയും രണ്ടിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എഴുതണം. 2 എഴുതണം. പിന്നെ 2 കഴിഞ്ഞ് നമ്മളൊരു ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓർഡറിൽ എഴുതുന്നത് കേട്ടോ. സോ 2 പിന്നെയോ 3 അടുത്ത നമ്പർ വരുന്നത്. പിന്നെ വരുന്നത് 4 ആണ്. 2ലും ഉണ്ട്, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ വരുന്നത് 5 ആണ്. പിന്നെ വരുന്നത് 6 ആണ്. എല്ലാത്തിലുള്ള നമ്പർ എല്ലാ നമ്പറും കൂടെ ഞാൻ അങ്ങോട്ട് എഴുതി. അങ്ങനെ എനിക്ക് ഏത് കിട്ടി? ഇത് കിട്ടി. ഇത് കിട്ടിയല്ലോ. ഇനി ബാക്കി ഈ ഭാഗത്ത് എന്താ ഉള്ള? എ യൂണിയൻ അതേപടി ഞാനിവിടെ എഴുതുവാണേ. ബി യൂണിയൻ സി. അപ്പം എ ആണ് ആദ്യം. എ എവിടെ? ഇതാണ് എ. പിന്നെ ബി യൂണിയൻ സി യൂണിയനാണ് പറയുന്നത്. അപ്പം വീണ്ടും ഞാൻ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ചെയ്യുക. അപ്പം എല്ലാം ഒരുമിച്ച് എഴുതണം. 1 എഴുതണം, 2 എഴുതണം, 3 എഴുതണം, 4 എഴുതണം, 5 എഴുതണം,
6 എഴുതണം. സോ ദിസ് ഇസ് അവർ ആൻസർ 1 2 3 4 5 6. സോ നമ്മളിപ്പോൾ ഏത് പാർട്ട് ചെയ്ത് കഴിഞ്ഞടാ? ലെഫ്റ്റ് സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏത് ചെയ്യണം? റൈറ്റ് സൈഡ് ചെയ്യണം. സോ നമുക്ക് ഒരു ആൻസർ ഇവിടെ കിട്ടി. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഈ ഒരു പാർട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടി. ഇനി ഞാൻ ഇത് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇവിടെ എന്താ ഉള്ള? എ യൂണിയൻ ബി. അപ്പോൾ ഞാനിവിടെ എഴുതി എ യൂണിയൻ ബി. ഇതാണ് സംഭവം, എയും ബിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 1 വേണം, 2 വേണം, 3 വേണം, 4 വേണം, 5 ഒന്നുമില്ല, 6. ഓക്കെ അല്ലേ? ആണ്. ഇനിയോ ഇവിടെ എന്താ ഉള്ള? യൂണിയൻ സി. സോ ഞാനിവിടെ എഴുതാൻ പോവാണ് എ യൂണിയൻ ബി യൂണിയൻ സി. വേർ ഇസ് സി? ദോ സി. എ യൂണിയൻ ബി ഇവിടെയുണ്ട്. സോ നോക്കാം. 1 വേണം, 2 വേണം, 3 വേണം, 4 വേണം, 5 വേണം, ആൻഡ് 6 വേണം. ആൻഡ് ദിസ് ഇസ് യുവർ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? നമ്മൾ ഇക്വേഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, രണ്ടും ഈക്വൽ അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ ഏത് ലോ പ്രൂവ് ചെയ്തു? അസോസിയേറ്റീവ് ലോയിൽ ഒന്നാമത്തത്. അപ്പോൾ നിങ്ങളിവിടെ എഴുതുക therefore. ക്വസ്റ്റ്യൻ അതേപടി കോപ്പി ചെയ്യുക. ബി എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ദിസ് ഈസ് യുവർ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാ പ്രൂവ് ചെയ്തിടാം? ഈ ഒരു സാധനം നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് രണ്ടും ഈക്വലാന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തില്ലേ? ഇതേടാ, രണ്ടും ഒന്നല്ലേ കിട്ടിയത്? ഇതിനും 1 2 3 4 5 6, ഇതിനും 1 2 3 4 5 6. ഓക്കെ അല്ലേ? നൗ യുവർ സെക്കൻഡ് ലോ. ഓക്കെ, എ ഇനി നമ്മൾ യൂണിയൻ കഴിഞ്ഞ് ഇനി ആരോ ഉള്ള? ഇൻ്റർസെക്ഷൻ. സെയിം എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. നേരത്തെ പോലെ തന്നെ ആദ്യത്തേത് ലീവ് ചെയ്യുക, രണ്ടെണ്ണത്തിന് ബ്രാക്കറ്റ് ഇടുക, അവസാനത്തേത് ലീവ് ചെയ്യുക, രണ്ടെണ്ണത്തിന് ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു ഐറ്റം ആണ്. നമുക്ക് അതും കൂടെ പ്രൂവ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഐ എം അഗെയിൻ റൈറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ ഹിയർ set A is there 1 2 3 4 and set B is here 2 4 6 8 and set C 3 4 5 6. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, സെയിം ആസ് യൂഷ്വൽ ഞാൻ ഏത് മാത്രം എടുക്കുന്നു? ബി ഇൻ്റർസെക്ഷൻ സി. ഞാനിവിടെ എഴുതുന്നു ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി മീൻസ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രം എടുക്കണം. ഇൻ്റർസെക്ഷൻ ആണ്. 2 കോമൺ ആണോ? അല്ല. 4 കോമൺ ആണ്. സോ 4 വേണം. 6 കോമൺ ആണോ? അല്ല. 8 ആണ്. 6 കോമൺ ആണോ? ആണ്. ഇവിടെ 6 ഉണ്ട്. സോ 6 വേണം. 8 കോമൺ ആണോ? അല്ല. തീർന്നു. This is our answer for B intersection C. So B intersection C is 4 and 6. Set 4 6. ഇനി അടുത്തതോ ഇത് A intersection B intersection C. So where is A? Here. So A ഇതു രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നു. 1 കോമൺ ആണോ? അല്ല. 2 കോമൺ ആണോ? അല്ല. 3 കോമൺ ആണോ? അല്ല. 4 കോമൺ ആണോ? ആണ്. So your answer is 4. ഏത് ഭാഗം ചെയ്തു നമ്മൾ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്തു. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്രാക്കറ്റിനകത്തുള്ളതിനെ നമ്മൾ എടുക്കുന്നു. എ ഇൻ്റർസെക്ഷൻ ബി. ഇത് രണ്ടും 1 കോമൺ ആണോ? അല്ല. 2 കോമൺ ആണോ? ആണ്. 3 കോമൺ ആണോ? അല്ല. 4 കോമൺ ആണോ? ആണ്. 6 സൈഡ് നോ. സോ ഹിയർ ഇസ് യുവർ ആൻസർ. നൗ ദിസ് വൺ, റൈറ്റ്? സോ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. വേറെ സി. ഇതാണ് സി. എവിടെയാണിത്? സോ ഇതാണ് നമ്മൾ, ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സോ 2 കോമൺ ആണോ? അല്ല. 4 കോമൺ ആണോ? ആണ്. സോ ആൻസർ ഇസ് 4. സോ ദിസ് ഈസ് യുവർ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിടാ? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു സെറ്റ് 4 ആണല്ലോ. അപ്പം നമ്മൾ 2 അസോസിയേറ്റീവ് ലോവും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോവും ഡി മോർഗൻസ് ലോ, ഇനിയും നമുക്ക്
രണ്ടെണ്ണവും കൂടെ പഠിക്കാനുണ്ട് ഈ ലോസിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള. അത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ എല്ലാം ഒന്നും കവർ ചെയ്യുന്നില്ല, ബട്ട് നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ മാക്സിമം അങ്ങനെ സ്കിപ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ബട്ട് നിങ്ങൾക്ക് എന്നാലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പം താങ്ക് യു.